നാം തമ്മിലുള്ള ഒരു ബന്ധം പലയിടങ്ങളിലും അത് ഒരു കെട്ടുകാഴ്ചയായി, ഒരു ബാനറായി, ഒരു ചടങ്ങായി നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഈ ഗ്രാമത്തിൽ അത് സ്വാഭാവികമായി നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ കഴിഞ്ഞു പോയവർ ഇവിടെ വിത്തിട്ട് മുളപ്പിച്ച് വളം നൽകി വളർത്തിയെടുത്ത ഒരു സാഹോദര്യം, അതാണ് നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നാം വളവും വെള്ളവും നൽകി അതിനെ വീണ്ടും പുഷ്ടിപ്പെടുത്തി എടുക്കുക എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു കടമ തന്നെയാണ്. കാരണം പലയിടങ്ങളിലും മതത്തിൻ്റെ പേരിലും മറ്റുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ വെറുതെ മതവിദ്വേഷങ്ങൾ ഉണ്ടാക്കി കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലമാണ് ഇവിടെ കണ്ടുപോകുന്നത്. പക്ഷേ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ പള്ളിയറയും എന്ന നിലയിൽ എല്ലാവരും വളരെ ഭക്തിയോടെ വളരെ സ്നേഹത്തോടെയാണ് നമ്മുടെ ഈ ഗ്രാമത്തിൽ എല്ലാവരും ഇവിടെ ജനിച്ചു വളർന്നതും കഴിഞ്ഞു പോകുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഉറൂസിന് നിങ്ങളെല്ലാവരും ഇവിടെ അതിനുവേണ്ടിയുള്ള വിഭവങ്ങളും മറ്റുമൊക്കെയായി വളരെ നല്ല നിലയിൽ നമ്മുടെ ഈ പള്ളി പരിസരത്ത് എത്തിച്ചേരുന്നു. അതുപോലെ അമ്പലത്തിലെ ഉത്സവകാലത്ത് പള്ളിയിൽ നിന്നും പള്ളിയിലെ ഭാരവാഹികൾ അവിടത്തേക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ കൈമാറുന്നു. അതുപോലെ ഉത്സവത്തിൻ്റെ സമാപന ദിവസം വിഷ്ണുമൂർത്തി തെയ്യം അവിടെ നിന്ന് കെട്ടിയാടി നമ്മുടെ പള്ളിയിലേക്ക് വന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകി പരസ്പര സൗഹാർദ്ദം നിലനിർത്തണമെന്ന നല്ലൊരു സന്ദേശം നൽകി പിരിയുന്നു. അത് നമ്മുടെ പുതിയ തലമുറയിലേക്കും കൈമാറി കൊണ്ടുപോകണം എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങളെ ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ഹൃദയവും തമ്മിലായിട്ടാണ് നാം ബന്ധമുണ്ടാകുന്നത്. ഹൃദയത്തിൽ നിന്നാണ് ഉസ്താദ് സംസാരിച്ചത്, ഹൃദയം കൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മുഹമ്മദ് സാഹിബ് സംസാരിച്ചത്, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രമേശൻ സാറും സംസാരിച്ചത് ഹൃദയം കൊണ്ടാണ്. അതേപോലുള്ള ഹൃദയം കൊണ്ട് തന്നെയാണ് നാം വെറും വാക്ക് മാത്രമല്ല, നാം ഹൃദയം കൊണ്ട് പരസ്പരം സംവേദിച്ചാലും സംസാരിച്ചാലും ബന്ധപ്പെട്ടാലും മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അങ്ങനെ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.